ആര്യം വന്ന് പറഞ്ഞതാ അവളോട് സംസാരിക്കാൻ പേടിയാന്ന്. ഞാൻ ആരോടെങ്കിലും പറഞ്ഞ എന്നെയും കൊല്ലും, ഞാൻ ആരോടോടോ പറഞ്ഞ അയാളെയും കൊല്ലും അവള് പറഞ്ഞു. എന്റെ അമ്മയുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇവളുടെ PR ഇവളെ ഏൽപ്പിച്ച PR ടീം കമന്റ് ഇട്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. അവളോട് സംസാരിക്കും. എന്റെ അമ്മേനെ അങ്ങനെ നാട്ടിൽ വിളിക്കാൻ എനിക്ക് കേൾക്കാൻ താല്പര്യം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ആരും പറഞ്ഞതാ ലേശം കൂടുതലാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന്. എനിക്ക് കുറച്ച് പേടിയുണ്ട്. പിന്നെ എന്തിനാ എല്ലാത്തിനും എന്റെ കൂടെ തന്നെ നിന്നത്? നാട്ടിലേക്കാണ് കെട്ടിയെടുക്കരുതായിരുന്നു. നമ്മളെ യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ വൾഗറായിട്ടുള്ള മെസ്സേജ് ജനങ്ങളിലോട്ട് കൺവേ ചെയ്യാനായിട്ട്. അയാള് പേടിച്ചു പോയിട്ടോ. ഇവിടെ എല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയാ. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഇവരിപ്പോ മത്സരിച്ച് ഒരു ഇതിലാ നിൽക്കി കഴിഞ്ഞിട്ട് ഇറങ്ങിയാ പോലെ. നിങ്ങളിപ്പോ നിങ്ങൾക്ക് ഡൗൺ ആയില്ലേ? നിങ്ങള് പേടിയായിട്ടാടാ. നിനക്കാകുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ. എനിക്കുണ്ട് പേടി. അവളുടെ റിയൽ ഫേസ് ഇവിടെ തുറന്നു കാണിക്കുന്നതിന്റെ അങ്ങേയറ്റത്ത് ഞാൻ തുറന്നു കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ഇനിയുള്ളതും കൂടി തുറന്നു കാണിച്ചിട്ടേ പോകുള്ളൂ. കപ്പ് കോപ്പ് പോട്ടെ. എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അവന്മാർക്ക് ആളെ പിടികിട്ടും. ഇവിടെ നിക്കണ 26 പേരും അറിയണം. കൂടി ആലോചിച്ചിട്ട് ഞാനെപ്പോഴും വരാം. നമുക്ക് പുറത്ത് വേറെ സർട്ടിഫിക്കറ്റ് വേണ്ട. 26 പേരൊന്നും മതി. പണിയെല്ലാം കൂടെ ഏറ്റുപിടിക്കില്ലേ? ആ ബാലായ സാറിനെ സൂചിപ്പിച്ച് കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ്. വൃത്തികെട്ട വിഷമുള്ള എന്താ അവളെ പറയാന്ന് എനിക്കറിയില്ല. സംസാരിച്ചോണോ? ഇല്ല എന്നെ ഇയാളങ്ങ് പിടിച്ച് തിന്നുമോ? ഒരാളുടെ കുടുംബം ഇല്ലാണ്ടാക്കാനാണ് സ്ട്രാറ്റജി. നീ കാണാത്ത പല കാര്യങ്ങളും ഇവിടെ കടന്നിരിക്കും. അങ്ങനെ തോന്നിയില്ലേ? ഇവിടെ ബാക്കിയുള്ള അവൾക്കെതിരെ സംസാരിക്കുന്ന 25 പേരുടെ കുടുംബം ഇല്ലാണ്ടാക്കാം. എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ലേ? പിന്നെ എന്തോ 50 ലക്ഷത്തിന് വേണ്ടിട്ട് ബാക്കിയുള്ള 25 പേരെ PR വെച്ച് എന്ത് തെണ്ടിത്തരം വിളിച്ച് പറയാനുള്ളതാണ് അവളുടെ സ്ട്രാറ്റജി. നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ല.